ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എനർജി ടാപ്പിംഗ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ആയിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് അതും ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് അവിടെ എൻക്വയറി ചെയ്യാം. പറഞ്ഞ മാതിരി പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എൻക്വയറി ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഇപ്പൊ നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗിലേക്ക് ചെല്ലാം. ആൻഡ് ലിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിന് എന്താ മെസ്സേജസ് റീഡിംഗിൽ കാണാം. അപ്പോ ലിയോ, നിങ്ങളുടെ ഓവറോൾ എനർജി, നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് ക്വീൻ ഓഫ് പെന്റിക്കിൾസ്. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജിയാണ് 8 ഓഫ് വാൻഡ്സ്. നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ 6 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ സിറ്റുവേഷനിൽ ഏറ്റവും വലിയ ബ്ലോക്ക്, ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും വലിയ ബ്ലോക്കേജ് പേജ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. ഈ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 5 ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ 8 ഓഫ് കപ്സ്. ഈ പേഴ്സന്റെ ഇന്റൻഷൻ ആണ് ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ ആക്ഷൻ, ഫ്യൂച്ചർ ആക്ഷൻ 10 ഓഫ് കപ്സ്. ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ നൈറ്റ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഈ സിറ്റുവേഷൻ്റെ ഔട്ട്കം. അപ്പോൾ ലിയോ, ഇവിടെ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്. ഇത് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ഫാമിലി വേണം, നിങ്ങൾക്ക് കുട്ടികൾ വേണം, നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ടാവും. മറ്റേ കാര്യം എന്താ വെച്ചാൽ, മേ ബി നിങ്ങൾ ഓൾറെഡി ഒരു സിംഗിൾ പേരൻ്റ് ആയിരിക്കാം, അതല്ല വെച്ചാൽ നിങ്ങൾ ഓൾറെഡി മാരിഡ് ആയിരിക്കാം. അപ്പം നിങ്ങളുടെ പ്രയോറിറ്റി എല്ലാം നിങ്ങളുടെ വീടും ഫാമിലി, കുട്ടികൾ, അതിനൊക്കെ ബാലൻസ് ചെയ്ത് മുമ്പോട്ട് പോകാനാണ് നിങ്ങളുടെ പ്രയോറിറ്റി. പക്ഷേ നിങ്ങൾ മാരിഡ് ആണ് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ വേറെ ആരും ഉണ്ടെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു പാസ്റ്റ് പേഴ്സണെ കുറിച്ചാണ് ആലോചിക്കണം. നിങ്ങളൊരു പാസ്റ്റ് പേഴ്സണെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ പാസ്റ്റ് ലവർ ഇല്ലച്ചാ പാസ്റ്റ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും റീസെൻ്റ്ലി. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ആ പേഴ്സണെ കുറിച്ചാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. എന്നുവെച്ചാൽ ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ കുറേ നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു റീകൺസിലിയേഷൻ്റെ എനർജി ഞാൻ കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ലൈഫിൽ ഈ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വന്നിട്ടുണ്ടാവും. ക്വീൻ ഓഫ് വാൻഡ്സ് ഒരു ഫയർ സൈൻ്റെ എനർജിയാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നിങ്ങൾ അത് നിങ്ങളുടെ എനർജി ആയിരിക്കാം. ആൻഡ് പാസ്റ്റ് പേഴ്സൻ്റെ എനർജി ഒരു വെർഗോ, ടോറസ്, കാപ്രിക്കോൺ ആയിരിക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ കാണുന്നത് ഒരു പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ നിങ്ങൾ റീകണക്ട് ചെയ്യണം. ഇപ്പോൾ 8 ഓഫ് വാൻഡ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഇത് കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ്, ട്രാവലിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ഇതുണ്ടാവും, ഇല്ല കോൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്. ഇതൊരു പാസ്റ്റ് പേഴ്സൺ ആണ് വെച്ചാൽ അവർ റീകൺസിലിയേഷന് വേണ്ടിയിട്ട് മെസ്സേജ് ഇതുണ്ടാവും, ആദ്യം മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇവർക്ക് കുറേ സ്ട്രെസ്സും ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ എന്താണ് റെസ്പോൺസിന് അവർക്ക് അറിയില്ല, നിങ്ങൾ അഗ്രി ചെയ്യുമെന്ന് അവർക്ക് അറിയില്ല. അവർ നിങ്ങളെ കുറേ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ മനസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവർക്ക് അറിയില്ല നിങ്ങളുടെ എന്തായിരിക്കും
അതിനു വേണ്ടിയിട്ട് മറുപടി എന്തായിരിക്കും അവർക്ക് അറിയില്ല. 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഈ സിറ്റുവേഷൻ്റെ, ഈ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളും തമ്മിൽ ഇപ്പോൾ 6 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഒരു പേഴ്സൺ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, മറ്റേ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അത്ര എഫേർട്ട് ഇല്ല, ഞാൻ കാണുന്നില്ല ഇതുവരെ. ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ മേ ബി നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റ് ആയതൊരു കോൺഫ്ലിക്റ്റിന്റെ കാരണമായിരിക്കാം, ഒരു വഴക്കുണ്ടായി അതുകൊണ്ടായിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി, പറഞ്ഞാൽ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയതുകൊണ്ട് മേ ബി ഒരു പേഴ്സൺ ഇവിടെ അത്ര എഫേർട്ട് ഇടുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ മേ ബി നിങ്ങളുടെ സൈഡിൽ നിന്ന് എഫേർട്ട് കുറവായിരിക്കും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഓൾറെഡി ഒരു പാർട്ട്ണർ ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലീനെ വിട്ടിട്ട് ഒന്നും വേറെ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്നുണ്ടാവും. പക്ഷെ ഈ പേഴ്സൺ പിന്നെയും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കും. ഓക്കെ, അവർ ട്രൈ ചെയ്യാൻ ശ്രമിക്കും. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു ഓഫർ ഉണ്ട്. അപ്പോൾ ആരാ സിംഗിൾ പറഞ്ഞ സിംഗിൾ അല്ല വെച്ചാലും ആ പേഴ്സൺ തിരിച്ചു വരണ പേഴ്സൺ, നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോണ പേഴ്സൺ, ആ പേഴ്സൺ നിങ്ങൾക്ക് ഒരു ഓഫർ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു സൊല്യൂഷൻ ഇല്ല, ഒരു ഔട്ട്കം ഇവിടെ ഇല്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഷുവർ അല്ല. ഇല്ല വെച്ചാൽ നിങ്ങളാണ് ഇവർക്ക് ഓഫർ കൊടുക്കണം വെച്ചാൽ അവർ ഷുവർ അല്ല. എന്ന് വെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഏറ്റവും വലിയ ചാലഞ്ച് ഇവിടെ പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് മേ ബി നിങ്ങളുടെ കുട്ടിയോള് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ആ കാരണം പറഞ്ഞിട്ടായിരിക്കും ഈ റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോവാത്തത്. അതല്ലാണ്ട് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ കുറേ സമയമായിരിക്കണു പറഞ്ഞാൽ ഓൾറെഡി കുറേ സമയം പാസ്സായി. ഇത് കുറേ മുമ്പേ ഉള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു ഈ പേഴ്സണിന് വേണ്ടിയിട്ട്, പക്ഷെ ഇപ്പോൾ കാര്യമില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവണേ. അപ്പോൾ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് ഒരു സ്റ്റേബിൾ അല്ലാന്ന് നിങ്ങൾക്കൊരു ഫീലിംഗ് വരണു. ഈ റിലേഷൻഷിപ്പിൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പോസിബിൾ അല്ല. എന്നുവെച്ചാൽ ഇവിടെ വേറെ ആൾക്കാർ ഇൻവോൾവ് ആണ്. നിങ്ങളുടെ ഇടയ്ക്ക് ഒരു പേഴ്സണ് കുട്ടികളുണ്ട്, ഫാമിലി ഉണ്ട്, ഹസ്ബൻഡ് വൈഫ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ ബ്ലോക്ക് ഇവിടെ. എന്നുവെച്ചാൽ ഇവിടെ ഒന്നും ഒരു സ്റ്റേബിൾ ഗ്രൗണ്ട് അല്ല. ഓക്കെ, സ്റ്റെബിലിറ്റി ഇല്ല ഈ ഓഫറിലും ഈ റിലേഷൻഷിപ്പിലും. നിങ്ങൾ ഈ പേഴ്സണെ എങ്ങനെയാ കാണുന്നത് വെച്ചാൽ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മുമ്പേ മേ ബി നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ സ്ട്രോങ് ഫീലിങ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അവരൊന്നും ആക്ഷൻ എടുത്തില്ല. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഈ പേഴ്സൺ തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ വന്നത്. അപ്പോഴേക്കും കുറേ സമയമായിരിക്കണു. ഓരൽസ് മേ ബി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നു, അത് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു, ഇപ്പോൾ ആണ് ഈ പേഴ്സൺ തിരിച്ചു വരണേ. നിങ്ങൾ ആക്ച്വലി ഷുവർ അല്ല, നിങ്ങൾ ഈ പേഴ്സണെ ഡെഫിനറ്റ്ലി മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് മുമ്പോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകണം എന്നുണ്ടെന്ന്. ഈ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 5 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഇതൊരു കുറച്ചൊരു നെഗറ്റീവ് എനർജിയാണ്. അവർക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ വേണിച്ചിട്ടാണ് ഈ പേഴ്സണെ ഇങ്ങനെ ഓൺ ഹോൾഡ് വെക്കണതെന്ന്. വേണിച്ചിട്ടാണ് നിങ്ങൾ ഒരു റിവെഞ്ച് എടുക്കണ മാതിരി. എന്നുവെച്ചാൽ ഇതിന്റെ മുമ്പേ ഇവരൊന്നും ആക്ഷൻ എടുത്തില്ല. അതിന്റെ അവർക്ക് റിഗ്രറ്റ് ഉണ്ട്. പക്ഷെ അവർക്ക് ഒരു ഫീലിംഗ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടായിട്ടും നിങ്ങളൊന്നും ആക്ഷൻ എടുക്കണില്ല. ആ ഒരു കുറച്ചൊരു നെഗറ്റീവ് ഫീലിംഗ് അവരുടെ മനസ്സിലുണ്ട്. ഫൂൾ ഉണ്ട് ഇവിടെ. അവർക്ക് നിങ്ങൾ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണം എന്നുണ്ട്. അവർക്ക് ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യണം എന്നുണ്ട്. അവരുടെ ആഗ്രഹം അതാണ്. അത് നിങ്ങളും ഓപ്പൺ അപ്പ് ആവുക, നിങ്ങളും ഈ റിലേഷൻഷിപ്പിന് ഒരു ചാൻസ് കൊടുക്കുക. പക്ഷെ യെസ്, അവരുടെ മനസ്സിൽ കുറച്ചൊരു നെഗറ്റിവിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളുടെ ഇന്റൻഷൻ ഈ പേഴ്സന്റെ അടുത്തുനിന്ന് വാക്ക് അവേ ചെയ്യാനാണ്. ഇപ്പോൾ മറ്റേ മാതിരിയും ആവാം. നിങ്ങൾ ഒരു ഹാപ്പി മാരേജിലല്ല, നിങ്ങളൊരു ഹാപ്പി റിലേഷൻഷിപ്പിലല്ല വെച്ചാൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ വിട്ടിട്ട് ഈ പേഴ്സന്റെ കൂടെ റീയുണൈറ്റ് ചെയ്യാനും പ്ലാൻ ചിലപ്പോൾ ഉണ്ടാവും. ചിലവർക്ക് അതായിരിക്കും സ്റ്റോറി. അപ്പോൾ ഈ 8 ഓഫ് കപ്സ് എന്താണ്? 7 ഓഫ് സോഡ്സ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഈ പേഴ്സൺ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്ന് തോന്നുന്നുണ്ട് വെച്ചാൽ മേ ബി നിങ്ങൾ നിങ്ങളുടെ ഫാമിലീനെ വിട്ടിട്ട് ഈ പേഴ്സന്റെ കൂടെ പോകാനുള്ള പ്ലാൻ ആയിരിക്കാം.
അതല്ലച്ച ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഈ പേഴ്സണിനെ സീരിയസ്ലി എടുക്കണില്ല ഇപ്പോൾ എന്ന് വെച്ചാൽ മുമ്പേ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായപ്പോൾ അവർ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടായിട്ടും നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്തുനിന്ന് വാക്ക് അവേ ചെയ്യണു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരു ഫ്യൂച്ചർ കാണില്ല. ഹൈ പ്രീസ്റ്റസ് ആണ് ഈ പേഴ്സന്റെ ഇന്റൻഷൻ. ഈ പേഴ്സന്റെ ഇന്റൻഷൻ അവർ ഒളിപ്പിച്ചിട്ടാണ് വെക്കണം. അവരുടെ ഇന്റൻഷൻ വേറെ എന്തോ ആണ്, പക്ഷെ അവരത് തുറന്ന് പറയണില്ല. സൺ ക്ലാരിറ്റി, ഹാപ്പിനെസ്, അബണ്ടൻസിന്റെ എനർജിയാണ്. ആൻഡ് കിങ് ഓഫ് കപ്സ്. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ലവ് ഉണ്ട്, പക്ഷെ അവർ അത് തുറന്ന് പറയണില്ല. എന്താണ് പ്ലാൻ, എന്താണ് ഫ്യൂച്ചർ, എന്താണ് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അതൊന്നും മേ ബി ഈ സമയത്ത് അവർ തുറന്ന് പറയുണ്ടാവില്ല. പക്ഷെ അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. 10 ഓഫ് കപ്സ് ഇവിടെ നിങ്ങളുടെ ആക്ഷൻ. നിങ്ങൾ പോണത് നിങ്ങളുടെ ഓൾറെഡി ഒരു ഫാമിലി ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് അത് വിട്ട് ആ ഫാമിലിനെ ബ്രേക്ക് ചെയ്യണ്ടാന്നുണ്ട്. ആൻഡ് ജഡ്ജ്മെന്റ് ഉണ്ട് ഇവിടെ. ഒരു ഡിസിഷൻ ആണ് നിങ്ങൾ എടുക്കാൻ പോണത്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു ഹാപ്പി മാരേജ് ലൈഫിലല്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾ നിങ്ങളുടെ ഫാമിലിനെ വിട്ടിട്ട് ഈ പേഴ്സന്റെ ഡയറക്ഷനിലേക്ക് പോകും. പക്ഷെ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ അങ്ങനെ ഒരു കുഴപ്പമില്ല, പ്രോബ്ലംസ് ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളാണ് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ വിട്ടിട്ട് നിങ്ങളുടെ ഫാമിലിനെ അപ്സെറ്റ് ചെയ്യാണ്ട് നിങ്ങൾ ആ സിറ്റുവേഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോണത്. എന്തായാലും നിങ്ങളിപ്പോൾ ഈ മാസമാണ് ആ ഡിസിഷൻ എടുക്കാൻ പോണത്. എന്നുവെച്ചാൽ 6 ഓഫ് സോർഡ്സ്, നിങ്ങൾ എന്തോ ഒരു ഡിഫിക്കൾട്ട് സമയം ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ അത് ഈ ഡിസിഷൻ എടുക്കണ വരെ ഉള്ളൂ. ആ ഡിസിഷൻ എടുത്ത ഉടനെ നിങ്ങൾ പാസ്റ്റിന്റെ എന്തോ ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ വിട്ടിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണു. അപ്പോൾ ഈ മാസം ആ ഡിസിഷൻ എടുക്കണ മാസമാണ്. ഈ മാസമാണ് നിങ്ങൾ ആക്ച്വലി ഡിസൈഡ് ചെയ്യാൻ പോണേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്താ വേണ്ടതെന്ന്. ഈ പേഴ്സന്റെ ആക്ഷൻ നൈറ്റ് ഓഫ് വോൺസ് ആണ്. അവരുടെ ആക്ഷനിൽ ഞാൻ കുറെ പാഷൻ കാണുന്നുണ്ട്. അപ്പോൾ അവർ ജെന്വിൻലി നിങ്ങളെ പെർസ്യൂ ചെയ്യണു, നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ നോക്കണു. അതൊക്കെ അവരുടെ സൈഡിൽ നിന്ന് ഉണ്ട്. അവർ കുറെ ഫ്ലേർട്ട് ചെയ്യണു, കുറെ ഇവിടെ പാഷൻ ഉണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് അട്രാക്ഷൻ ഉണ്ട്. പിന്നെ ഈ പേഴ്സൺ പാസ്റ്റിന്റെ കാര്യം ഒക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കുറച്ചൊരു ഇമോഷണൽ ആക്കാനും നോക്കും. ഇവിടെ ഞാനൊരു മാരേജിന്റെ ഓഫറും കാണുന്നുണ്ട്. പക്ഷെ ഈ ഡെസിഷൻ ലിയോ നിങ്ങളുടെ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ പേഴ്സന്റെ കൂടെയാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യണ വെച്ചാൽ അത് ഞാനിവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഫാമിലിനെ വിട്ടിട്ട് ഈ പേഴ്സന്റെ കൂടെ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണു. അതല്ല വെച്ചാൽ മറ്റേ ഔട്ട്കമ്മും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ 9 ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ഔട്ട്കം. അപ്പോൾ ഈ മാസം നിങ്ങൾ കുറച്ചൊരു ഫിയർ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. എന്താ വെച്ചാൽ ഈ ഡിസിഷൻ ഒരു വലിയ ഡിസിഷനാണ്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണു. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണം, ഡിസിഷൻ എടുക്കണം. നിങ്ങൾക്ക് എവിടെ ഒരു പേടി ഉണ്ടെന്ന് വെച്ചാൽ ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഫ്യൂച്ചറിനെ കുറിച്ച് എങ്ങനെയാ ഉണ്ടാവുക, ഇത് എങ്ങനെയാ ചെയ്യേണ്ടത്, എന്താ വേണ്ടേ. 4 ഓഫ് കപ്സ് ആൻഡ് മൂൺ ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ഏറ്റവും വലിയ പേടി എന്താ വെച്ചാൽ ഈ പേഴ്സന്റെ ഈ ഫീലിങ്സ് ഒക്കെ ടെമ്പററി ആണോ എന്ന്. ആൻഡ് ഇവിടെ ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഇത് നിങ്ങളുടെ ഫാമിലി അറിഞ്ഞാൽ എങ്ങനെയാവും, ഇത് റീകൺസിലിയേഷൻ ചെയ്യാൻ പറ്റുമോ, ഇത്. അപ്പൊ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. കുറെ ആങ്സൈറ്റി ഉണ്ട്, ഫിയർ ഉണ്ട്. ഓക്കെ, സൊസൈറ്റിയുടെ ഫിയർ ഉണ്ട്, ഫാമിലിയുടെ ഫിയർ ഉണ്ട്. ആ ഫാമിലിക്ക് എങ്ങനെയായിരിക്കും ഇത് അവർ റിയാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ മനസ്സിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി ഞാൻ അങ്ങനെ നിങ്ങൾ ഈ മാസം ആ ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട്. ആ ഡിസിഷൻ എന്താണെന്ന് എല്ലാവർക്കും വേറെ മാതിരി ആയിരിക്കും. അത് ഇങ്ങനത്തെ ഒരു ജനറൽ റീഡിങ്ങിൽ പറയാൻ ഡിഫിക്കൾട്ടാണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് നിങ്ങൾ എടുത്താൽ അത് കുറച്ചുകൂടിയും ക്ലിയറായി പറയാം, വ്യക്തമായി പറയാം. ആൻഡ് പേഴ്സണൽ റീഡിങ്സ് ഞാൻ പറഞ്ഞ മാതിരി പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലായി റീഡിങ്സ് എടുക്കണം വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഇതാണ് സിറ്റുവേഷൻ. ആൻഡ് ഈ മാസമാണ് നിങ്ങൾ ആ ഡിസിഷൻ എടുക്കാൻ പോണത്. അപ്പോൾ എന്താണ് ഇവിടെ കോസ്മിക് ഇൻസൈറ്റ് മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? എർത്ത് സൈൻ ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പൊ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഒരു എർത്ത് സൈൻ ആയിരിക്കാം. ഫയർ സൈൻ ഉണ്ട്, അത് നിങ്ങളുടെ സൈൻ ആണ്.
ചാലഞ്ചസ് ഉണ്ട്. മേക്ക് എ ഡിസിഷൻ വർക്ക് ഓൺ ഇന്നർ ഹീലിംഗ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ മാസം ഡിസിഷൻ്റെ മാസമാണ്. ഈ ഡിസിഷൻ കുറച്ചൊരു ഡിഫിക്കൽട്ട് ഡിസിഷൻ ആണ്, പക്ഷെ ഈ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്താണ് ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? യു ആൻഡ് ഐ വർ ടു യങ്. അപ്പൊ നിങ്ങൾ മുമ്പേ മീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ കുറെ മുമ്പേ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മേ ബി കുറെ കുട്ടിക്കാലത്ത് ഇല്ലച്ച കോളേജ് സമയത്ത് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ യു ആൻഡ് ഐ ആർ ടു യങ്, യു ആൻഡ് ഐ വേർ ടു യങ് എന്ന് പറയണത്. ഐ എം ബിക്കമിങ് എ ബെറ്റർ പേഴ്സൺ. ഐ വിഷ് തിങ്സ് കുഡ് ബി ഡിഫറെൻറ്റ്. ആൻഡ് ഇവിടെ ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഹീൽ നൗ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ് ലിയോ. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ലീബ്ര ഉണ്ട്, ഞാൻ പറഞ്ഞ മാതിരി ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, ആൻഡ് പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മേജർ സൈൻസ് ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക ഈ വീഡിയോനെ, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.